ജാസ്മിൻ ടിഷ്യൂ ചുരുട്ടിക്കൂട്ടി പലയിടങ്ങളിലും ഇടാറുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ജിൻഡോ വന്നു. എന്നാൽ ജാസ്മിൻ പറഞ്ഞു ഞാനിപ്പോൾ ടിഷ്യൂ എടുക്കാറേ ഇല്ലാന്ന്. എന്നിട്ടും ജിൻഡോ വെറുതെ വിടുന്നില്ല. ജിൻഡോ പറയുന്നു നിന്റെ കട്ടിൽ തന്നെയാണ് ഇതിട്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് കട്ടിലാണ് ചുരുട്ടിക്കൂട്ടി ജാസ്മിൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഞാനത് ഉപയോഗിക്കാത്തതാണ് ശ്രീതു, ഞാനത് ഉപയോഗിക്കാറേ ഇല്ല, ഞാൻ മേക്കപ്പ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ ടിഷ്യൂ എടുത്ത് വെച്ചോളൂ, ചുരുട്ടി കൂട്ടിയിട്ടില്ല എന്ന്. എന്നാൽ ബിഗ് ബോസ് ചുരുട്ടി കട്ടിൽ വെച്ചിരിക്കുന്ന ടിഷ്യൂ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ടും ജാസ്മിൻ എടുത്തു കളയാനോ ഒന്നും കൂട്ടാക്കുന്നില്ല. അതിനുശേഷം ചെരുപ്പിടാതെയാണ് ജാസ്മിൻ നടക്കുന്നതെന്ന് സിബിൻ പറഞ്ഞപ്പോൾ ജിൻഡോ അതിനെ ചോദ്യം ചെയ്തു. ചെരുപ്പിടാതെ ടോയ്ലറ്റിലെല്ലാം കയറിയിട്ട് കാലുമേ കാല് കയറ്റി വെച്ച് സോഫയിൽ ഇരിക്കുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി. ജിൻഡോ പറഞ്ഞത് അംഗീകരിക്കാതെ ജിൻഡോ കുടിക്കുന്ന കുപ്പിയും കൊണ്ട് ടോയ്ലറ്റിൽ പോകാറുണ്ടല്ലോ, അതിന് പ്രശ്നമില്ല, അത്രയും വൃത്തിയില്ലാത്ത ഒരു വ്യക്തി എനിക്ക് വൃത്തിയില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. എന്നിട്ട് ജാസ്മിൻ കാലുമേ കാലും കയറ്റി വെച്ച് സോഫയിലിരുന്നു. എന്നാൽ ഈ തവണ റസ്മിൻ ഒന്നും ജാസ്മിൻ്റെ കൂടെ നിന്നില്ല. റസ്മിൻ പറഞ്ഞത് ജാസ്മിൻ നീ ചെയ്യണ തെറ്റാന്ന് എല്ലാവരും പറയുന്നില്ലേ, കാലിറക്കി വെക്കാൻ പറയുന്നുണ്ട്, എന്നിട്ടും കാലിറക്കി വെക്കുന്നില്ല. അപ്സരയും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജാസ്മിൻ ചെയ്തത് തെറ്റാണെന്ന്. എന്നാൽ എന്നിട്ടും കാലിറക്കി വെക്കുന്നില്ല. അപ്സര പറയുന്നുണ്ട് ജിൻഡോ കുപ്പിയായിട്ട് പോയിട്ട് ജിൻഡോ മാത്രമാണ് വെള്ളം കുടിക്കുന്നത്, അത് ജിൻഡോനെയാണ് ബാധിക്കുന്നത്. പക്ഷെ നീ ടോയ്ലറ്റിൽ പോയിട്ട് ചെരുപ്പിടാതെ നടന്നിട്ട് ഇങ്ങനെ കയറി വന്നിരിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും അതൊന്നും കേൾക്കുന്നില്ല. എന്നിട്ട് സിബിൻ പറയുന്നുണ്ട് ജാസ്മിൻ അത് തെറ്റാണ് മോളെ, ചെയ്ത് ശരിയായില്ല. എന്നിട്ടും ജാസ്മിൻ ഒരു കൂസലില്ലാതെ കാലങ്ങനെ സോഫയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ കാല് കഴുകാറുണ്ട്, പക്ഷേ ചെരുപ്പിട്ടാൽ എൻ്റെ കാല് പൊട്ടും, അതുകൊണ്ടാണ് ഞാൻ ചെരുപ്പിടാത്തത് എന്ന്. അപ്പോൾ ജിൻഡോ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ജാസ്മിൻ ഒരു ഫെദർ ടച്ച് പോലത്തെ ഒരു ചെരുപ്പ് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇവൾ ബാത്റൂമിലെല്ലാം ചെരുപ്പിടാതെ നടന്നിട്ട് ബാക്കിയുള്ളവരെയും രോഗം ബാധിപ്പിക്കാൻ കാരണക്കാരിയാവും. അതുപോലെ തന്നെ ക്ലോസറ്റ് എപ്പോഴും പൊട്ടാറുണ്ട്, ഇനി ക്ലോസറ്റിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് ഇവളല്ല എന്ന് ആര് കണ്ടു എന്ന്. അപ്പോഴത്തേക്കും ഇതുവരെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തിരുന്ന അപ്സരയും റസ്മിനും ഒക്കെ തിരിയുന്നുണ്ട്. അറിയില്ലാത്ത കാര്യത്തെക്കുറിച്ച് പറയരുതെന്ന് ജിൻഡോട് പറയുന്നു. ഗബ്രി അപ്പോഴത്തേക്കും താൻ അറിയില്ലാത്ത കാര്യത്തെക്കുറിച്ച് പറയരുത്, താൻ ഒളിഞ്ഞു നോക്കിയോ അവളെ എങ്ങനെയാണ് ബാത്റൂമിൽ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഗബ്രി ചൂടാവുന്നുണ്ട്. ഉളുപ്പില്ലാത്തവനെ, എടോ നാണമില്ലാത്തവനെ, മണ്ട എന്നൊക്കെ വീണ്ടും ജിൻഡോനെ വിളിക്കുന്നുണ്ട് ഗബ്രി. എന്താണെങ്കിലും ഈ ഷോ കൊണ്ട് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, ബ്യൂട്ടി വ്ളോഗറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ജാസ്മിന് ഒട്ടും പേഴ്സണൽ ഹൈജീൻ ഇല്ല, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഹൈജീനെക്കുറിച്ച് ചിന്തയുമില്ല, ഈഗോയ്ക്ക് വേണ്ടിയിട്ട് എന്തും കാണിക്കുമെന്ന് മനസ്സിലായി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.